ഹായ് ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു നിർത്തിയത് സച്ചി ഇങ്ങനെ രേവതിയുടെ മടിയിൽ കിടന്നിങ്ങനെ കരയുകയാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല രേവതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രേവതിയോട് പറയുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ രേവതി ഇങ്ങനെ ആലോചിക്കുകയാണ്. മഹേഷിനെ പോയി കണ്ടതും മഹേഷ് സംസാരിച്ചതും സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മഹേഷ് പറഞ്ഞതൊക്കെ രേവതി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ഓർക്കുവാണ്, സച്ചിയേട്ടൻ എന്തായാലും കള്ളം പറയില്ല, സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കള്ളവും പറയില്ലെന്ന് ഞാൻ അറിഞ്ഞിട്ടും ഞാൻ സച്ചിയേട്ടനെ വിശ്വസിക്കാതിരുന്നത് തെറ്റായിപ്പോയി. ഇതിലെന്തോ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട്, അത് കണ്ടുപിടിക്കണമെന്നിങ്ങനെ ഓർക്കുവാണ് രേവതി. സച്ചിയേട്ടൻ കുടിച്ച ബാറിൽ പോയി അന്വേഷിച്ചാൽ ഒരുപക്ഷെ സത്യാവസ്ഥ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ സച്ചിയേട്ടൻ എന്തായാലും അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തെളിയിക്കണമെന്ന് പറഞ്ഞ് രേവതി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അടുത്ത സീനിൽ സച്ചി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സച്ചിയുടെ വണ്ടിയുടെ അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പോലീസുകാരൻ അകത്തു നിന്നിട്ട്, എന്താടാ നീ അവിടെ എന്ത് ചെയ്യുകയാണെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ സച്ചി വന്നിട്ട്, സാർ ഇതെൻ്റെ വണ്ടിയാണെന്ന് പറയുമ്പോൾ, അറിയാം, കുടിച്ച് വണ്ടി ഓടിച്ചിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന വണ്ടിയല്ലെന്ന് പറയുമ്പം സച്ചി പറയും, ഇല്ല സാർ ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു പറയാം. ശരി, അകത്ത് ASI സാറുണ്ട്, ചെന്ന് സംസാരിക്കുന്നെന്ന് പറഞ്ഞ് ആ പോലീസുകാരൻ സച്ചി അകത്തോട്ട് കയറ്റി വിടുവാണ്. അങ്ങനെ സച്ചി അകത്തേക്ക് കിടന്ന് അവിടെ ചെന്ന് CIയുടെ അടുത്ത് ചെന്നിട്ട് സാറിന് പറഞ്ഞ് വിളിക്കുമ്പോൾ പുള്ളി വന്നല്ലോ, നമ്മുടെ വൈറൽ താരം വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു 2-3 പോലീസുകാരെല്ലാവരും കൂടെ ചേർന്ന് സച്ചിയെ കളിയാക്കുകയാണ്. എല്ലാവരും ഒത്തിരി ലക്ഷങ്ങൾ മുടക്കി സിനിമ പിടിക്കുന്നു പക്ഷെ അത് ഒത്തിരി ആൾക്കാർ കാണണമെന്നില്ല. പക്ഷെ നീ ഇതൊന്നും ചിലവില്ലാതെ അങ്ങ് വൈറലായല്ലോടാ, വൈറലാകാൻ വേണ്ടിയിട്ടാണോടാ നീ കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് പെട്ടെന്ന് ഫേമസ് ആയി പോയല്ലോടാന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടെ സച്ചിയെ കളിയാക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സാർ ഞാൻ പകല് വെള്ളം അടിക്കാറില്ല, ഞാൻ പകല് കുടിച്ചിട്ട് ഒരിക്കലും കാർ ഓടിക്കാറുമില്ലെന്ന് പറയുന്നത്. അപ്പം വേറെ പോലീസുകാരൻ ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ നീ പാല് കുടിക്കാനാണോടാ ബാറിൽ പോയത്? അപ്പോൾ സച്ചി പറയും, സാർ ഞാനന്ന് ബാറിൽ പോയത് എൻ്റെ ഒരു കസ്റ്റമറിനെ കാണാൻ എനിക്കൊരു ട്രിപ്പ് വന്നിട്ട് ഞാൻ പോയതാണെന്ന് സച്ചി പറയുകയാണ് അവരോട്. ഞാൻ കുടിച്ചിരുന്നില്ല സാർ, സത്യമായിട്ടും ആ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തവർ അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ കുടിക്കുന്ന രീതിയിലാക്കിയതാണെന്ന് സാറിന് പറയും. അപ്പോൾ CI പറയുവാണ്, ഈ കഥ നീ കൊച്ചു പിള്ളേരോട് പറഞ്ഞാൽ പോലും അവർ പോലും വിശ്വസിക്കില്ലെന്ന് പറയുകയാണ് CI. സച്ചി പിന്നെയും വീണ്ടും സൗമ്യമായി അവരോട് പറയുന്നുണ്ട്, സാർ ഞാൻ കുടിച്ചിരുന്നില്ല സാറിനൊക്കെ. അവർ പിന്നെയും ഓരോന്ന് പറഞ്ഞ് കളിയാക്കുവാണ്. അപ്പോൾ CI പിന്നെയും പറയുകയാണ്, സിനിമയിലൊക്കെ കാണുന്ന പോലെ ചെയ്തതാണോടാ നീ? കുടിയൊക്കെ കഴിഞ്ഞിട്ട് കാറൊക്കെ റോഡ് സൈഡിലൊക്കെ നിർത്തി ഒരു ഡാൻസൊക്കെ കളിച്ചിരുന്നെങ്കിലേ നീ ഇപ്പോൾ ഇതിനെക്കാട്ടിലും കൂടുതൽ വൈറലായേനെ. കുടിയന്മാരുടെ ഡാൻസൊക്കെ എപ്പോഴും ഹിറ്റാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കിനും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. സച്ചിക്ക് ദേഷ്യം വന്നാൽ പിന്നെ മുന്നും നോക്കാതെ ആരാണെന്ന് നോക്കത്തില്ല. അതുകൊണ്ട് സച്ചി ഇച്ചിരിയും കൂടെ സൗണ്ട് കൂട്ടി ഞാൻ കുടിച്ചിട്ടില്ലെന്ന് ദേഷ്യപ്പെട്ട് CIയോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ CI സച്ചിയുടെ നേരെ ഒച്ച വെക്കുകയാണ്, നീ എന്താ അവിടെ പേടിപ്പിക്കുകയാണോ? നിന്നെപ്പോലെ ഉള്ളവന്മാരെ തെറ്റ് ചെയ്ത് ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് പിന്നെ വന്ന് ഓരോ ന്യായീകരണങ്ങൾ പറയുമെന്നൊക്കെ CI പറയണം. അപ്പോൾ സച്ചി സൗണ്ടൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട്, സാർ എനിക്ക് എൻ്റെ കാറ് തന്നിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു എന്ന് സച്ചി ഇങ്ങനെ വളരെ വിനയത്തോടെ പിന്നെയും സംസാരിക്കുകയാണ്. അങ്ങനെ അവർ സച്ചി എന്തൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കാതെ, ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇനിയിപ്പം SI സാർ വരും, നീ സാറിനോട് പറയാനൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പോലീസുകാരൻ സച്ചിയെ വിളിച്ചിട്ട്, ഏതായാലും നീ വന്നതല്ലേ, നീ തൊട്ടടുത്ത കടയിൽ പോയിട്ട് ഒരു ബണ്ടിൽ A4 സൈസ് പേപ്പർ മേടിച്ചിട്ട് വരാൻ സച്ചിയോട് പറയും. സച്ചി ഇങ്ങനെ നോക്കിയിട്ട് സച്ചി ചോദിക്കും, സാർ കാശ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും, പോലീസുകാരോട് കാശ് ചോദിക്കുന്നതാണ്. അതിന് സച്ചി അയാൾ വഴക്ക് പറയുകയാണ്. എന്നിട്ട് പറയും, നീ പോയി ആദ്യം പേപ്പർ മേടിച്ചിട്ട് വാ, എന്നിട്ട് പിന്നെ കാശിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് സച്ചിയെ കടയിൽ പറഞ്ഞു വിടുകയാണ്. സച്ചി ഇങ്ങനെ മനസ്സോടെ പേപ്പർ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്നിട്ട് സച്ചി പാവം ഓടിപ്പോയി കടയിൽ പോയി പേപ്പർ മേടിച്ചിട്ടില്ല. അപ്പോൾ സാർ എന്നാ പേപ്പർ നോക്കുക അവിടെ വെച്ചേക്കാൻ പറയും. അപ്പോൾ സച്ചി എഴുതും, സാർ എൻ്റെ കാറിൽ എടുത്തോട്ടെ എന്ന് എഴുതുമ്പോഴത്തേക്കും, എന്നോട് പറഞ്ഞില്ലാടാ SI സാർ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞില്ലാടാ. അപ്പോൾ CI പെട്ടെന്ന്, നീ എങ്കിലൊരു കാര്യം ചെയ്യും, എനിക്ക് അപ്പുറത്തെ കടയിൽ പോയി ഒരു ചായയും കടയും മേടിച്ചുകൊണ്ട് വരാൻ സച്ചിയോട് പറയുവാണ്. അപ്പോൾ അടുത്ത് മറ്റുള്ള പോലീസുകാർ അവർക്കും ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സച്ചിയോട് 3 ചായയും അവർക്ക് കഴിക്കാനുള്ളത് മേടിച്ചുകൊണ്ട് വരുമ്പോൾ സച്ചി അങ്ങനെ മേടിച്ചുകൊണ്ട് വരികയാണ്. സച്ചി അങ്ങനെ മേടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ അകത്തോട്ട് കയറാൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കോൾ വരും. അത് അനൂപാണ് വിളിക്കുന്നത്. അപ്പോൾ അനൂപ് അത് സച്ചി ചായ മേടിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അനൂപ് ചോദിക്കുകയാണ്, സാറേടാ നീ ചായയൊക്കെ മേടിച്ചുകൊണ്ട് വരുവാണ്. അപ്പോഴത്തേക്കിനാണ് അനൂപിൻ്റെ കോൾ വരും. നീ ചായ മേടിച്ചുകൊണ്ട് പോകുന്ന കണ്ട് നീ എവിടേക്കാണ് ചായ മേടിച്ചുകൊണ്ട് പോയെന്ന് ചോദിക്കണം. അപ്പോൾ സച്ചി ഇങ്ങനെ ഒന്നും വേണ്ടാതെ ഫോണ് പോക്കറ്റിലേക്ക് ഇട്ടിട്ട് അകത്തേക്ക് കയറി ചെല്ലും. എന്നിട്ട് എല്ലാവർക്കും ചായയൊക്കെ ഇങ്ങനെ പോലീസുകാർക്ക് ചായ കൊടുക്കുന്നതാണ്. എന്നിട്ട് പിന്നെ സച്ചി ഇങ്ങനെ പാവം സച്ചി ചായയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് സങ്കടം വരും. കാരണം അത്രയും ദേഷ്യവും ഒക്കെ ഉള്ള ആളാണ്, അത്രയും പാവമായിട്ട് അവർക്ക് എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ടോ നമുക്ക് ശരിക്കും സങ്കടം വരും. എന്നിട്ട് സച്ചി പിന്നെയും ചോദിക്കണം, സാർ എൻ്റെ കാറെന്ന് പറയുമ്പോഴത്തേക്ക് അവർ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, നീ പുറത്തോട്ട് നിൽക്കുന്നു പറഞ്ഞ് അവർ പിന്നെ സച്ചിയെ പുറത്തോട്ട് ഇറക്കി വിടുവാണ്. സച്ചി ശരി സാറിനൊക്കെ പറഞ്ഞ് പുറത്ത് പോയി. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും SI സാർ വരുന്നത്. SI വന്ന് വിളിക്കുന്ന സച്ചി പെട്ടെന്ന് കഴിഞ്ഞിട്ട് സാറിന് വിളിക്കുമ്പോഴത്തേക്കും പുള്ളി അത് മൈൻഡ് ചെയ്യാൻ അകത്തേക്ക് കയറിപ്പോയി. അകത്ത് കയറിപ്പോയി കഴിയുമ്പോൾ CI ഇങ്ങനെ പറയും, സാർ ഒരു ചെറുപ്പക്കാരൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും SI പറയും,
ശരി, അകത്തോട്ട് കയറ്റി വിടാൻ പറഞ്ഞിട്ട് പുള്ളിയുടെ ക്യാബിനിലേക്ക് പോയി. എന്നിട്ട് സച്ചി വളരെ പ്രതീക്ഷയോടുകൂടി അകത്തേക്ക് പോവുകയാണ് എസ് ഐ സാറിനെ കാണാനായിട്ട്. അപ്പോൾ സച്ചി ചെല്ലുന്ന പുറകെ വേറൊരു പോലീസുകാരൻ വന്നിട്ട് സച്ചി പറയുന്നതിന് മുമ്പ് തന്നെ മൊത്തം ഇമ്പ്രഷൻ കളയാൻ വേണ്ടിയിട്ട്, സാർ കുടിച്ച് വണ്ടി ഓടിച്ച കേസിലെ പ്രതിയില്ലേ ആ വൈറൽ വീഡിയോയിലെ എന്ന് പറയുമ്പോൾ തന്നെ ആ എസ് ഐക്ക് സച്ചിയോട് അന്നേരം ദേഷ്യം ആണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ സച്ചി പറഞ്ഞു, സാർ ഞാൻ കുടിച്ച് വണ്ടി ഓടിച്ചിട്ടില്ല സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, വണ്ടി പിടിച്ചുകൊണ്ട് വരുമ്പോൾ എന്നെ ചെക്ക് ചെയ്തില്ലായിരുന്നു സാർ എന്ന് പറയും. അപ്പോഴത്തേക്കിനും പുള്ളി ചോദിക്കും, അപ്പോൾ പോലീസുകാർ ശരിയായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത് എസ് ഐ ചോദിക്കുകയാണ്. എന്നിട്ട് എസ് ഐ പറയാണ്, ആ വീഡിയോ കണ്ടവരാരും പറയത്തില്ല നീ കുടിച്ചിട്ട് അല്ല വണ്ടി ഓടിച്ചിരിക്കുന്നത്, ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വെച്ച് പറയും. സാർ ആ വീഡിയോ എടുത്തിരിക്കുന്ന ആൾ അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയിരിക്കുന്നതാണ് സാറിന് പറയുന്നത്, വേണമെങ്കിൽ ഞാൻ ഫൈൻ അടയ്ക്കാൻ സാർ എന്നെ വണ്ടി വിട്ടു തരാം. അപ്പം എസ് ഐ ചോദിക്കും, നീയല്ലേ പറഞ്ഞു ഇപ്പം നീ കുടിച്ചിട്ടില്ല, പിന്നെ നീ എന്തിനാ ഫൈൻ അടയ്ക്കും? സച്ചി പറയും, എന്നെ ആരും വിശ്വസിക്കുന്നില്ല സാർ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ സച്ചി വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, സാർ എൻ്റെ കാറ് വിട്ടു തരണമൊക്കെ ചോദിക്കുന്നു. എസ് ഐ പറയണം, എന്തിനാണ് നിനക്ക് കാറ്? ആൾക്കാരെ കൊല്ലാനോ? കുടിച്ച് ഇതില്ലാതെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ നിനക്ക് വണ്ടി? റോഡ് മൊത്തം ചോരക്കളമാക്കാൻ വേണ്ടിയിട്ടാണ്, നിന്റെ ലൈസൻസ് കട്ടാക്കാനുള്ള ഓൾറെഡി ഓർഡറുണ്ട്, അപ്പോഴാണ് നീ വണ്ടി തിരികെ ചോദിക്കുന്നത് എസ് ഐ പറയുക. സച്ചി ഇങ്ങനെ നിന്ന് അവരോട് ചോദിച്ചുവാണ്, സാർ എൻ്റെ ലൈസൻസ് കട്ടാക്കരുത് സാർ, എനിക്ക് ഈ തൊഴിലേ അറിയൂ, എനിക്ക് വേറെ ജോലി അറിയില്ല സാർ, ഞാൻ കാർ ഓടിച്ചിട്ടാണ് കുടുംബം നോക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ലൈസൻസ് കട്ട് ചെയ്യില്ല സാറിന് പറഞ്ഞു. എസ് ഐ പറയും, ഈ ബോധം നിനക്ക് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചപ്പോൾ നിനക്ക് ഇല്ലായിരുന്നല്ലോ എന്ന് എസ് ഐ ചോദിക്കുകയാണ്. ഇനി നിനക്ക് കാറ് വേണമെങ്കിൽ നീ കോടതിയിൽ പോയി മേടിച്ചെന്ന് പറയാം. അപ്പോൾ സച്ചി പറയും, സാർ കോടതി കയറ്റില്ലേ സാർ, എനിക്കൊത്തിരി കടമുണ്ട് സാർ, ഞാൻ വേണമെങ്കിൽ ഫൈൻ അടച്ചോളാം എന്ന് എസ് ഐയോട് സച്ചി പറയണം. അപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലെന്നൊക്കെ ചോദിച്ച് പുള്ളി അവിടുന്ന് സച്ചി ഇറക്കി വിടുവാണ്. അപ്പം പോലീസുകാരനും പറയും, സാർ പറഞ്ഞത് മനസ്സിലായില്ലേ, ഇനി നീ കോടതിയിൽ കേസ് വിളിക്കുമ്പോഴത്തേക്കിനും അവിടെ ചെന്ന് മേടിച്ചോളാനൊക്കെ സച്ചിയോട് പറയുകയാണ്. അങ്ങനെ സച്ചി അവിടുന്ന് പിന്നെ ഇറങ്ങിപ്പോരുവാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വരുമ്പോൾ പുറത്തിങ്ങനെ കാർ കിടക്കുന്നതാണ്. സച്ചി ഇങ്ങനെ കാറിലേക്ക് ഒത്തിരി നേരം ഇങ്ങനെ വന്ന് കാറിൻ്റെ അടുത്ത് വന്ന് പിടിച്ചുകൊണ്ട് നിന്ന് കരഞ്ഞിട്ട് സച്ചി അങ്ങ് പോകും. പിന്നെ കാണിക്കുന്നത് രേവതി സച്ചി കുടിച്ചു എന്ന് പറയുന്ന ബാറിൽ വരുന്നതാണ്. പക്ഷെ രേവതി വരുമ്പോഴത്തേക്കും ബാറ് തോന്നുന്നില്ല. അവിടെ തിരക്കാമെന്ന് വിചാരിച്ചാണ് രേവതി വരുന്നത്. പക്ഷെ അവിടെ ബാറിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കുറച്ച് ആളുകൾ രേവതിക്കെതിരെ കമൻ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രണ്ടാമന്മാർ അങ്ങോട്ട് ബൈക്കിൽ വരുവാണ്. രണ്ടുപേർ വന്നിട്ട് അവൻ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. വീഡിയോ എടുത്തിട്ട് കേരളത്തിലെ അവസ്ഥ ഇതാണ്, മദ്യം പെൺകുട്ടികളൊക്കെ മദ്യം കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രേവതി എടുത്ത് ഫോണൊക്കെ ആയിട്ട് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് എപ്പം മുതലാണ് മദ്യം കുടിക്കാൻ തുടങ്ങിയത് മേഡം എന്നൊക്കെ ചോദിച്ച് രേവതിയുടെ വലിയ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ രേവതി ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയാൻ ഉണ്ടെന്ന് പറയും. കുറച്ചും കൂടെ അടുത്തോട്ട് വരുമെന്ന് ചോദിച്ചിട്ട് രേവതി ആദ്യം അവൻ്റെ കരണത്തിലായിട്ട് അടിക്കുകയാണ്. നിന്നെ പോലെയുള്ളവരെ കുറിച്ച് കണ്ണിൽ കണ്ടത് എന്തോ ആണ് ഏതോ ആണെന്ന് അറിയാതെ കണ്ണിൽ കാണുന്നതെല്ലാം വീഡിയോ എടുത്തിട്ടോളും. അങ്ങനെ ഒരുത്തനൊരു വീഡിയോ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവനിട്ട് തല്ലുകയാണ്. അപ്പോൾ ഒരടി കിട്ടി കഴിയുമ്പോഴാണ് അയാൾ കാര്യം തിരക്കുന്നത്. മേഡം എന്താണ് ഈ പറയുന്നത്? അപ്പോൾ രേവതിയോട് ചോദിക്കുന്നത്. അപ്പോൾ രേവതി പറയും, ഇതുപോലെ എൻ്റെ ഹസ്ബൻഡ് മദ്യപിച്ചിട്ട് കാർ ഓടിച്ചു എന്ന് പറഞ്ഞ് ഒരുത്തൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോഴത്തേക്കിനും അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അത് ഈ ബാറിൽ നിന്നാണ് ആ വീഡിയോ ഇട്ടത്. അദ്ദേഹം പകൽ മദ്യപിക്കാറില്ല, മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കാറില്ല എന്ന് ഇങ്ങനെ അയാളോട് പറയുകയാണ്. എന്നാൽ നിന്നെപ്പോലെയൊക്കെയുള്ള ഏതോ ഒരുത്തന് അതൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹം ഒരു കുടിയനാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്ത് അതങ്ങ് പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്നത് രേവതി. എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്കത് തെളിയിക്കണം, അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രേവതി പറയുന്നത്. രേവതിയുടെ ഒരു അടിയും രണ്ട് ഡയലോഗൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അയാളങ്ങ് നന്നാവുകയാണ്. അയാൾ എന്നിട്ട് പിന്നെ 1 മിനിറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത വീഡിയോ എടുക്കുകയാണ്. ഗൈസ്, ഈ വന്ന് നിൽക്കുന്ന പെൺകുട്ടി വെള്ളം അടിക്കാൻ വേണ്ടി വന്നതല്ല, ഭർത്താവിൻ്റെ സത്യസന്ധത തെളിയിക്കാൻ വന്ന ധീരയായ ഒരു വനിതയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി പിന്നെ അടുത്ത വീഡിയോ തുടങ്ങുകയാണ്. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ എടുക്കാനും രേവതി സമ്മതിക്കില്ല. രേവതി അവർക്ക് കണക്കിന് കൊടുത്ത് അവരെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. സമൂഹത്തിൽ ഉയർന്നൊരു പെൺകുട്ടി അതിങ്ങനെ വന്നിരുന്നാൽ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു ചോദിച്ചാൽ അവരെ ഇവിടുന്ന് വഴക്ക് പറഞ്ഞ് രേവതി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബാറ് തുറന്നു. അപ്പോൾ രേവതി എല്ലാവരും അകത്തോട്ട് കയറി പോകുന്നിടത്ത് രേവതിയും പോവുകയാണ്. രേവതി അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അവിടുത്തെ മാനേജർ വന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ്, നിങ്ങളെ കണ്ടിട്ട് കുടിക്കാൻ വന്നതായിട്ട് തോന്നുന്നില്ല, എന്താ ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അപ്പോഴത്തേക്കിനും രേവതി പറയും, ഞാൻ കുടിക്കാൻ വന്നതല്ല, എൻ്റെ ഭർത്താവ് കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്നായിരുന്നു. പക്ഷേ അപ്പം മാനേജർ ചോദിക്കും, അതെന്താ നിങ്ങളുടെ ഭർത്താവ് വന്നിട്ട് വീട്ടിൽ തിരിച്ചു വന്നില്ല, എങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാൻ പറയും. അപ്പോൾ രേവതി പറയും, അതല്ല, എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു, പക്ഷേ അദ്ദേഹം കുടിക്കാനല്ലായിരുന്നു വന്നത്, പക്ഷേ അദ്ദേഹം കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞൊരു ഒരാളൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടെന്ന് പറയുമ്പോഴത്തേക്കും മാനേജർ പറഞ്ഞു, അവൻ കാരണം എൻ്റെ ബാറിൻ്റെ പേരും കൂടെ പോയെന്ന് മാനേജർ പറയുകയാണ്. എന്നിട്ട് ആ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഓർക്കും പുള്ളി അവിടെ പച്ചവെള്ളമായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്, സച്ചി വന്ന് പച്ചവെള്ളം കുടിച്ചിട്ട് മദ്യപിച്ചു എന്ന് പറഞ്ഞ് പുള്ളിയുടെ ബാറ് വരുന്നുണ്ട് പൊട്ടിച്ചതുപോലെയാണ് പുള്ളി അവിടെ മദ്യമേ വിൽക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് പുള്ളിയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ.
അപ്പോൾ രേവതി പറയാണ് കുടിച്ചിട്ടില്ല, ആരും മനഃപൂർവ്വം ചതിച്ചാണെന്ന് പറയുമ്പോഴത്തേക്കും മാനേജർ പറയുകയാണ് അതൊന്നും എനിക്കറിയത്തില്ല, അവനിവിടെ വന്നിട്ടുണ്ടായിരിക്കും, അവൻ കുടിച്ചിട്ടുണ്ടായിരിക്കാം, കുടിക്കാതെ വെറുതെ പോലീസുകാർ വണ്ടി പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പറയണം. അപ്പോൾ അതിങ്ങനെ കേട്ടിട്ട് രേവതി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നതോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നത്. അപ്പം വീണ്ടും നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ.